ശാന്തിഗിരി രാമച്ചിയിൽ പുലർച്ചെ ടാപ്പിങ്ങിനായി എത്തിയ തൊഴിലാളി റബ്ബർ തോട്ടത്തിൽ കടുവയെ കണ്ടു. വളർക്കോട്ട് ബിജുവാണ് പുലർച്ചെ 5:45 കടുവയെ കണ്ടതായി പറഞ്ഞത്. കടുവയെ കണ്ടതോടെ റബ്ബർ വെട്ട് അവസാനിപ്പിച്ച് ബിജു ഓടുകയായിരുന്നു. 5:45 ഞാൻ ഇവിടെ വന്ന് അവിടെ നിന്ന് മെഷീൻ വരെ എടുത്ത് കൂടെ എടുത്ത് അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി ഒരു ഫ്ലാറ്റ് താഴെ ഇറങ്ങി അടിച്ചു ഇവിടെ കടുവ വയ്ക്കുന്നു. അങ്ങനെ തന്നെ ഇതെടുത്ത് ഞാൻ തിരിച്ചവിടെ ബക്കറ്റ് കൂടെ അവിടെ ഓടിയിട്ട് വണ്ടി എടുത്ത് അടുത്ത് വീട്ടിൽ ചെന്ന് കയറുകയാണ്. അവിടെ കഴിഞ്ഞ് പിന്നെ 6:45 6:30 കഴിഞ്ഞ പിന്നെ വെട്ടാൻ വരുന്നു. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ പറമ്പിൽ കടുവ? ഞാൻ ആദ്യമായിട്ട് ഇവിടുന്ന് കാണുന്നത്. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് പള്ളിയുടെ അടുത്ത്. ഇവിടെ പറമ്പിൽ ആദ്യമായിട്ടാണ്? ഈ പറമ്പിൽ നിന്ന് ആദ്യമായിട്ട് കാണുന്നത്. വരുന്ന വഴിക്ക് ഇതിനു മുമ്പ് പള്ളിയുടെ അടുത്ത് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. റബ്ബർ വെട്ടാനായിട്ട് എല്ലാ ദിവസവും വരുന്നതാണ്. രാവിലെ ഇന്ന് 5:15 5:30 ആകുമ്പോൾ എത്തുന്നത് എല്ലാ ദിവസവും ഈ തോട്ടത്തിലേക്ക്. ഇന്നിപ്പോൾ റബ്ബർ വെട്ട് മുടങ്ങിയല്ലേ? റബ്ബർ വെട്ട് മുടങ്ങി, കുറച്ച് വെട്ടി നിർത്തിപ്പോയി. അങ്ങോട്ടുള്ള ഒരൊറ്റ മരം വെട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഈ റബ്ബർ വരും ദിവസങ്ങളിൽ വെട്ടാനുള്ളൊരു ആശങ്കയുണ്ടോ? വെട്ടാനുള്ള ആശങ്ക എന്ന് പറഞ്ഞാൽ ജീവനും ഇത് എങ്ങനെ പോകുന്നുള്ളതിനെ പറ്റിയാണ്. ഇത് ഒന്നെങ്കിൽ ഫോറസ്റ്റുകാരുടെ ഭാഗത്തു നിന്ന് അവരിപ്പം പടക്കം തരുമോ, അല്ലെങ്കിൽ അവർ നൈറ്റ് പെട്രോളിങ് വെച്ചോ, അല്ലെങ്കിൽ ഒരു കൂട് വെച്ച് പിടിക്കുക, അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. ആനയായി കടുവയായി പുറത്തിറങ്ങാൻ പറ്റിയല്ല. എങ്ങനെ ജീവിക്കും, മുന്നോട്ട് പോകും? ഇപ്പോൾ ഒരു 10 രൂപയുടെ റബ്ബർ വെട്ടിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ, നാളെ എടുക്കാൻ പറ്റും, മഴ യാത്ര നടക്കത്തില്ല. എൻ്റെ ഒരു മാത്രമല്ല, ഇതൊരു എല്ലാവരുടെയും കൂടി നാട്ടിലൊരു വിഷയമായി. നമ്മൾ ഒരാൾ മാത്രം ഇങ്ങനെ പറയേണ്ട കാര്യമില്ല, പക്ഷേ എല്ലാവരുടെയും കൂടെ ഒരു വിഷയം പൊതുവായിട്ടുള്ള ഒരു കുരങ്ങായിട്ടും മലയണ്ണാനായിട്ടും ആനയായിട്ടും പന്നിയായിട്ടും കടുവയായിട്ടും ഒരു മൃഗങ്ങളെ പോലും വളർത്താനോ അല്ലെങ്കിൽ കൃഷി ചെയ്യാനോ പറ്റുന്നു. ഈ കടുവയെ കണ്ടിട്ട് ചേട്ടൻ തിരിച്ചു പോയി നേരെ? ഞാൻ അടുത്ത വീട്ടിൽ ചെന്ന് കയറി. പിന്നെ എങ്ങോട്ട് പോയെന്ന് അറിയില്ലായിരിക്കും. എങ്ങോട്ട് പോയെന്നൊരു എടുത്തു കടുവേ, മലങ്കടുവേ ഏകദേശം ഒരു ഇത് കൂടുതൽ നീളമുണ്ട്. ഒരു ഉരുച്ചാണ് അകലത്തിലാണ് കണ്ണുള്ളൂ. ഒരു വർഷത്തേക്ക് നമ്മളൊരു വലിയ എമൗണ്ട് പറഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ പോയി കഴിഞ്ഞാൽ സാമ്പത്തിക നഷ്ടം വരും. ഒരു തൊഴിൽ ചെയ്ത് ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് മാത്രമല്ല, ഇവിടെ എല്ലാവരുടെയും പ്രശ്നം ഇതാണ്. പലരും വെട്ടുകാരിന്ന് പോനപ്പുറ സണ്ണിയാണെങ്കിൽ ഇന്ന് നേരം വെളുത്താൽ പോയത്, പലരും ഇന്ന് വെട്ടിയിട്ടില്ല. കടുവയുടെ സംഭവം കടുവ അറിഞ്ഞുകൊണ്ട് ആനയായിട്ട് ഇന്നലെ രാത്രി ആന ഇറങ്ങിയെന്ന് ഞാൻ 10 മണിയായപ്പോൾ അറിഞ്ഞു. അങ്ങനെ എല്ലാവരും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം അവരിന്ന് രാവിലെ പലരും വെട്ടു മുടങ്ങി. വിവരമറിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തി. വനാതിർത്തിയോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന റബ്ബർ തോട്ടമാണിത്. പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം.